കനത്ത ചൂടിൽ വെന്തുരുകുകയാണ് കേരളം. വയനാട്, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുന്നു. അൾട്രാ വയലറ്റ് സൂചികയും ഉയർന്നു തന്നെ നിൽക്കുകയാണ്. വിവിധയിടങ്ങളിൽ സൂര്യാതപമേറ്റ് ഇന്നും നിരവധി പേർക്ക് പൊള്ളലേറ്റു. നാളെയോടെ മഴ ലഭിച്ചേക്കുമെന്നാണ് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഇന്നും ചൂടിന് കുറവില്ല. താപനില മാറ്റമില്ലാതെ തുടരുകയാണ്. വയനാട്, ഇടുക്കി ഒഴികെ എല്ലാ ജില്ലകളിലും മുന്നറിയിപ്പുണ്ട്. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസും കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസുമാണ് താപനില. അൾട്രാ വയലറ്റ് സൂചികയും ഉയരുകയാണ്. ഇന്നും 5 സ്റ്റേഷനുകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. കോന്നി, കൊട്ടാരക്കര, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, മൂന്നാർ ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിൽ UV ഇൻഡെക്സ് 9ഉം 8ഉമൊക്കെയാണ് രേഖപ്പെടുത്തുന്നത്. ജാഗ്രത ഇനിയും തുടരണം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സൂര്യാതപമേറ്റ് നിരവധി പേർക്കാണ് ഇന്നും പൊള്ളലേറ്റത്. പാലക്കാട് ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് സൂര്യാതപമേറ്റു. കുപ്പിയോട് സ്വദേശി ജയനാണ് പൊള്ളലേറ്റത്. കൂട്ടുപാതയിൽ നിന്നും ഒലവക്കോടേക്ക് സവാരി പോയി മടങ്ങുന്നതിനിടയിലായിരുന്നു പൊള്ളലേറ്റത്. കണ്ണൂർ ചെറുപുഴയിൽ തൊഴിലുറപ്പ് ഓവർസിയർ ഹെലൻ ജേസനും സൂര്യാതപമേറ്റു. ജിയോ ടാഗിങ്ങിന് വേണ്ടി പോയപ്പോഴാണ് കഴുത്തിനു പുറത്തും പൊള്ളലേറ്റത്. പത്തനംതിട്ടയിൽ ഇടതുകൈക്ക് പൊള്ളലേറ്റ 19കാരി ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. രാവിലെ 10 മുതൽ 3 വരെയുള്ള വെയിൽ നേരിട്ടേൽക്കരുതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. അതിനിടെ കനത്ത ചൂടിന് ആശ്വാസമായി വേനൽ മഴയും പ്രവചിക്കുന്നുണ്ട്. നാളെ മുതൽ സംസ്ഥാനത്തുടനീളം ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴ ലഭിച്ചേക്കും. മറ്റന്നാൾ 4 ജില്ലകളിലും 30-ാം തീയതി 2 ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.